അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ ന്യൂസുകളിലൊക്കെ കാണാനിടയായി അക്യുപഞ്ചർ ചികിത്സകൾ ഭൂരിപക്ഷം ആളുകളും കൃത്യമായ യോഗ്യതകളില്ലാതെയാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു വാർത്ത കാണാനിടയായി. എന്താണ് ഇതിൻ്റെ വസ്തുത? ഇത്രയും കാലം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന ആളുകളൊക്കെ യോഗ്യത ഇല്ലാത്ത വ്യാജന്മാരായിരുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? സത്യത്തിലെ അക്യുപഞ്ചറിസ്റ്റുകൾക്ക് സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാവിധ നിയമങ്ങളും നിയമസാധുതകളും എല്ലാവിധ അവകാശങ്ങളും നിലവിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ നിരവധി ഓർഡറുകളുണ്ട്. അതുപോലെ തന്നെ നിരവധി കോടതി ഉത്തരവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാനുള്ള ആ വിഷയത്തിൽ നമുക്ക് ആരുടെയും ഒരു ഔദാര്യം ആവശ്യമില്ല. അക്യുപഞ്ചറിസ്റ്റുകൾക്ക് എന്ത് വേണ്ട? ആരുടെയും ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ലീഗൽ സപ്പോർട്ടും നമുക്കുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ടവരെ, അധികാരികളെ, ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളൊക്കെ സ്വതന്ത്രമായി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ ആരുടെയും ഔദാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഓൺലൈനിൽ ഒരു വാർത്ത വന്നു. മലപ്പുറം കളക്ടർ എല്ലാ അക്യുപഞ്ചർ ക്ലിനിക്കുകളും ഷട്ട് ഡൗൺ ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്ന് ഓൺലൈനിൽ ഒരു വാർത്ത വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കളക്ടറെ നേരിട്ട് പോയി കണ്ടപ്പോൾ കളക്ടർ നമ്മളെ ലീഗൽ ഫയലായിട്ട് നമ്മളെല്ലാം കളക്ടറെ നേരിട്ട് പോയി കണ്ടിരുന്നു. അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ടായിരുന്നു. അപ്പോൾ കളക്ടർ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നത്. ആ വന്ന വാർത്ത വ്യാജമാണ്, നിങ്ങൾ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്തോളൂ, ഒരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ കളക്ടർ പറഞ്ഞതനുസരിച്ച് DMOനെ പോയി കാണുകയും DMOവും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമ്മളോട്. നമുക്ക് എല്ലാവിധ സപ്പോർട്ട് തരികയാണ് ചെയ്തത്. ഇപ്പോൾ എടുത്ത് പോലും നമ്മൾ ട്രിവാൻഡ്രത്ത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അടുത്ത് പോയി നമ്മൾ ഈ പറഞ്ഞ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹവും ഇതേ രീതിയിലാണ് നമ്മളോട് പ്രതികരിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരും പറഞ്ഞത് കേൾക്കാനേ തൽക്കാലം നിവൃത്തിയുള്ളു. അതിന് ആർക്കെങ്കിലും നമ്മളോട് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.